ദിവസം വിളിച്ചിട്ട് ഞാൻ ചോദിച്ചത് ഇതുപോലെ കല്യാണം കഴിക്കാനുള്ള ഇഷ്ടമാണ് അങ്ങനെയൊന്നുമല്ല, എൻ്റെ അപ്പനെ അമ്മയെ നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എൻ്റെ പപ്പാനും മമ്മീനെ ഞാൻ നോക്കുന്ന പോലെ അജാച്ചൻ്റെ അമ്മേനെ നോക്കാൻ പറ്റുമോ? അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പം അവരെ മാത്രം നോക്കിയാൽ മതിയോ, ഇവരെ നോക്കണ്ടേ നമ്മൾ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അല്ല, അവരെ നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്നെ നോക്കുമല്ലോ. അങ്ങനെ വലിയ ഹൈപ്പടിച്ച് അങ്ങനത്തെ പ്രപ്പോസലൊന്നും ഉണ്ടായിരുന്നു, സിമ്പിളായിട്ട്. പക്ഷെ അന്ന് തൊട്ട് ഇന്ന് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. വർഷം ഇതുപോലെ പള്ളി കഴിച്ച് എൻ്റെ ഫ്രണ്ട്സായിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ ഐഡിയ ഇല്ലായിരുന്നു, മീൻസ് ഇങ്ങനെ ലൈഫ് പാർട്ട്ണറായിട്ട് വരും എന്നൊക്കെ നമുക്കൊരു ഐഡിയ ഇല്ല. വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പ്രപ്പോസ് ചെയ്തു ആയിരുന്നു, ജീവിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പം ഒരുമിച്ച് ഒഫീഷ്യലി ഞങ്ങൾ ജീവിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകും. വീട്ടിൽ ഓക്കെ ആയിരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, മീൻസ് വീട്ടിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിലേ ഉള്ളൂ, ഞാൻ അങ്ങനെ ഒളിച്ചോടി വരാനോ അല്ലെ ഇറങ്ങി വരാനോ അങ്ങനെയൊന്നും വരത്തില്ല. ഞാൻ അങ്ങനെ വരത്തില്ല. ഞാൻ വീട്ടിൽ സമ്മതമാണെങ്കിൽ എനിക്ക് ഓക്കെയാണ്. അങ്ങനെ ക്രാഷോ അങ്ങനെ പ്രശ്നങ്ങളോ അങ്ങനെയൊന്നുമില്ല. സിമ്പിൾ. രണ്ട് വീട്ടിലും ഓക്കെ ആയിരുന്നു. ECPC ആയിട്ടുള്ള ജേർണി ഒന്നും അല്ല ഞങ്ങളുടേത്. കുറച്ച് സ്ട്രഗിൾ ചെയ്ത് അങ്ങനെ വന്ന ഞങ്ങളുടെ ഇപ്പോൾ കല്യാണമാണെങ്കിലും സ്വന്തമായി നടത്തുന്നത്, മീൻസ് പേരൻസിനൊന്നും ബുദ്ധിമുട്ടിക്കാതെ. ഈ ഒരു ദിവസം ചേച്ചി എത്രത്തോളം ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് ആരെക്കാളും കൂടുതലായിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. ചേച്ചിനോട് പറയാം, എടാ ഇത് കല്യാണം നടക്കണം, നീ പ്രാർത്ഥിക്കണം, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് നാളത്തെ ഒരു ഡ്രീമാണ് നമ്മുടെ ഇത്. ആ ഒരു മൊമെന്റിലൊക്കെ വിറയ്ക്കായിരുന്നു. നല്ലപോലെ മനസ്സിലാകുന്നുണ്ട് എന്തിനാണെന്നുണ്ടെങ്കിലും കൂടെ നിൽക്കുന്നു, അങ്ങനത്തെ കാണിക്കാനാണെങ്കിലും എൻ്റെ കൂടെ. പക്ഷെ എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും എങ്ങനെയാണെങ്കിലും ഞാൻ കൂടെ കാണും. One foot in front of the other. പിന്നെ ചേച്ചി പോകുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. ആ ഒരു ബോണ്ടിൻ്റെ ഒരു വാല്യൂ നമുക്ക് പിന്നെയാണ് മനസ്സിലാകുന്നത്. പെങ്ങളെന്നൊരു സ്ഥാനം അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. എൻ്റെ സന്തോഷത്തിനും ദുഃഖത്തിനും എന്നൊക്കെ പറയുന്നവരെ തന്നെ എല്ലാത്തിനും എൻ്റെ കൂടെ ഉണ്ട്.